ദക്ഷയുടെ മുത്തശ്ശിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ദക്ഷാശിവം കവിത ചൊല്ലാമെന്നാണ് മുത്തശ്ശി എഴുതിയിരിക്കുന്നത്. നമുക്ക് മുത്തശ്ശിയുടെ കവിത ആസ്വദിക്കാം. ബഹുമാനപ്പെട്ട ഈ സ്കൂളിലെ പ്രിൻസിപ്പൽ അവർക്കും അധ്യാപകർക്കും മറ്റ് രക്ഷിതാക്കൾക്കും ഇവിടെ കൂടിയിരിക്കുന്ന സ്നേഹം നിറഞ്ഞ കുഞ്ഞുങ്ങൾക്കും എൻ്റെ വിനീതമായ പൂക്കൾ. കഴിഞ്ഞ വർഷം ഈ വേദിയിൽ വന്ന് ചെറിയൊരു കവിത ചെല്ലാനുള്ള അവസരം ഒരുക്കുന്ന ഈ സ്കൂളിലെ അധ്യാപകർക്കും ബാക്കിയുള്ള എല്ലാവർക്കും ഈ സ്കൂളിൻ്റെ പേരിൽ എൻ്റെ ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തട്ടെ. ഞാൻ എൻ്റെ ലക്ഷ്യഷിനോയുടെ മുത്തശ്ശിയാണ് ഞാൻ, ഗ്രാൻഡ് മദർ. അവരെന്നും വന്ന് എന്നോട് പറയും, അച്ഛമ്മ വന്ന് ഒരു കവിത ചൊല്ലണം, ഒരു പാട്ട് പാടണം, അച്ഛമ്മയ്ക്കൊരു ബാഗ് കിട്ടും. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് പാട്ടൊന്നും അറിയത്തില്ല, അച്ഛനമ്മ അറിയാവുന്ന ഒരു പാട്ട് പാടിയാൽ മതി. എനിക്കതിൽ വളരെ സന്തോഷമാണ്. അവൻ ഒരുപാട് കാര്യങ്ങൾ എന്നോട് ചോദിക്കുന്നു, ഒരുപാട് സംശയങ്ങൾ ചോദിക്കും. അച്ഛമ്മ എന്തുവരെ പഠിച്ച്, അച്ഛമ്മ ഏത് സ്കൂളിലാണ് ആദ്യം പഠിച്ചത്, അച്ഛമ്മ ഡിഗ്രിക്ക് പോയോ, അച്ഛമ്മ കോളേജിൽ പഠിച്ചോ, അച്ഛമ്മ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചിട്ടുണ്ടോ? ഞാൻ പറയും, മോനെ അതിനുള്ള ഭാഗ്യം അച്ഛമ്മയ്ക്ക് കിട്ടിയിട്ടില്ല. മോനെ കിട്ടിയത് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. അച്ഛമ്മ LKG പഠിച്ചു, UKG പഠിച്ചു, പ്രീ ഡിഗ്രി പഠിച്ചു. അത് കഴിഞ്ഞ അച്ഛമ്മ എന്ത് പഠിച്ചു? അത് കഴിഞ്ഞ അച്ഛമ്മ ടൈപ്പ് പഠിച്ചു. അത് കഴിഞ്ഞ അച്ഛമ്മ എന്ത് പഠിച്ചു? അത് കഴിഞ്ഞ അച്ഛമ്മ നേഴ്സിങ്ങിന് പഠിച്ചു. അത് കഴിഞ്ഞ അച്ഛമ്മ എന്ത് പഠിച്ചു? അത് കഴിഞ്ഞ അച്ഛമ്മ നിന്നെപ്പോലെ ചെറിയ കുട്ടികൾക്ക് പാഠം പഠിപ്പിച്ചു. പിന്നെ അച്ഛമ്മ എന്ത് ചെയ്തു? അച്ഛമ്മയുടെ കല്യാണം കഴിഞ്ഞു. അതോടെ അച്ഛമ്മയുടെ കഥയും തീർന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു, അച്ഛമ്മയുടെ പഠിത്തമെല്ലാം തീർന്നു. നീ ചെറുമക്കളോടുള്ള ഈ സംശയങ്ങൾ നിവാരണം ചെയ്യുന്നത് എനിക്ക് വലിയ താല്പര്യമാണ്. അവൻ്റെ മദർ ആനക്കുളം സ്കൂൾ അധ്യാപികയാണ്. ഇങ്ങനെയുള്ള സംശയങ്ങൾ നിവാരണം ചെയ്യുന്ന ചെറുമക്കളോട് നമുക്ക് അപൂർവമായ സ്നേഹവും വാത്സല്യമുണ്ട്. ഞാൻ 1979 7th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ ഉള്ള ഒരു ചെറിയ കവിത എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. അതിൽ തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ആ കവിത കുമാരനാശാൻ്റെ ഒരു കവിതയാണ്, ചണ്ടാലപേക്ഷിയിൽ. ആശാഗംഭീരൻ ഉള്ളൂർ ശബ്ദം, വള്ളത്തോൾ ശബ്ദസുന്ദരൻ. ആശാന്റെ ഒരു ചെറിയ കവിതയാണ് ഞാനിത് നിങ്ങളുടെ മുന്നിൽ പാടാൻ പോകുന്നത്. പാളാകിനേറ്റിലെ തോമൽ കയ്യാൽ കയറുവരിച്ചുടൻ കോമളാങ്കിനെ കോരി നീടിനാൻ ശ്രീമനാം വിഷുവങ്ങു ചെന്നർപ്പിച്ചാൽ ദാഹിക്കുന്നു ഭഗിനീക്ക് പരസ മോഹനങ്കുളിർ തണ്ണീരു കാശ്മീ കോമലെ തരു തല്ലെന്നടുക്കിട്ടോ രാമനോ കയ്യമ്പരം നോദിനാൻ അല്ലലെന്തോ കഥയിതു കഷ്ടമേ അല്ലലാലമോ ജാതി മറന്നിതോ അല്ലലെന്തോ കഥയിതു കഷ്ടമേ അല്ലലാലമോ ജാതി മറന്നിതോ നിജനാരീതൻ കയ്യാൽ ജലം വാങ്ങി രാജമേയുമോ ചൊല്ലേഴുമാരിമാർ കോപമേലരും ജലം തന്നാലും പാപമുണ്ടാമി വേളൊരു ചന്തലി യമത്തിൻ പുറത്തിഞ്ഞു വസിക്കുന്ന ചവനായകൻ തൻ്റെ കിടാത്തിനാൻ ഓതിനാൻ ഭിക്ഷുവേറ്റം വിലക്ഷനാൻ ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി ചോദിക്കുന്നു നിർനാവോ വരണ്ടതോ വിധി വേണ്ട തരികാതരിക്കുമേ എന്നുടനെ കരവുകം നീട്ടിനാൻ ചെന്തഴീന മനോഹരം സുന്ദരൻ പിന്നെ താർക്കം പറഞ്ഞില്ല യോമലാൾ ധനിയാണവൾ കല്ലല്ലിരുമ്പല്ല കറ്റകാ കൂന്തൽ
ഒരു മാസ്യം മറഞ്ഞു കിടക്കുന്ന ചരുസാരിയൊതുക്കി ചെറുചിരി ചോരും ജോലി വാചറ്റു വിടത്തവൾ പാരം വിസ്മയ മാർമു വിസ്മരിക താരയായി ചെല്ലു നിന്നു മൈകണ്ണിയ ചോര ചെന്തളിരമ്പോ മരുന്നച്ചോ പുരതാൻ മേനി പോകൽ പുകച്ചയിൽ മണ്ണിന ചെന്നു മുട്ടി വിടന്നരല്ലി കാട്ടി നിൽക്കും പോലെ പിന്നെ കൈതാവിറയ്ക്കയാൽ പാളയിൽ ചിന്നി നിന്നു തുളിമ്പി മനോജ്ഞമായി മദ്യമൂട്ടി നുറങ്ങി വിലസുന്ന ശുദ്ധ കണ്ണാടി കാന്തി ചിരങ്ങി ആദിയാൽ ഭിക്ഷു ഇട്ടിയ കൈപോവിൽ വാക്കു നിന്നീന്റെ മെല്ലെ തിരിഞ്ഞവൾ പുണ്യശാലിനി നീ പകർന്നിടുമീ തണ്ണി തന്നുടെ ഓരോരോ തുള്ളിയും അന്തമറ്റ സുഹൃതകാരങ്ങൾ അന്തരാത്മാവിലാത്മേറ്റുന്നുണ്ടാവാം. മുത്തശ്ശിക്ക് നല്ലൊരു കൈയടി കൊടുക്കാം. ജാതി ചിന്തയ്ക്കെതിരായ കുമാരനാശാൻ എഴുതിയ ചണ്ടാല ഭിക്ഷുകി എന്ന കവിത മനോഹരമായി ചൊല്ലിയ മുത്തശ്ശിക്ക് സ്കൂളിന്റെ ഒരു സ്നേഹോപഹാരമുണ്ട്. ഒരു പൊന്നാട അണിയിച്ച് മുത്തശ്ശിയെ നമ്മൾ ആദരിക്കുകയാണ്. സ്വമേധയാ കടന്നു വരാൻ ആദ്യമായി മനസ്സ് കാണിച്ച മുത്തശ്ശിക്ക് സ്കൂളിന്റെ ഒരു സ്നേഹോപഹാരം.